ജനനായകൻ ഓൾറെഡി ലീക്കായ ഫിലിമാണ്. എനിക്ക് തോന്നുന്നു വിജയുടെ ലാസ്റ്റ് വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിജയ് ഫാൻസിന് ഭയങ്കര ഇതായിരിക്കും, ഒരു ക്രേസ് ആയിരിക്കും. പടം മാസ് പടമാണ്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു പൊളിറ്റിക്കൽ ഫിലിമായിരിക്കും, മാസ് ഫിലിമാണ്. ഞാൻ കണ്ടു. ഇനിയിപ്പോൾ വിജയുടെ പടം കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ഇനി ചെയ്യില്ലെന്നാണ് പറയുന്നത്. വിജയുടെ പൊളിറ്റിക്കലി ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. വിജയ് ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയല്ലോ. എന്തായാലും പടം കണ്ടിട്ട് പറയാം. എന്തായാലും വിജയ് ഫാൻസിൻ്റെ ഒരു ആഘോഷമായി. ഇതിപ്പോൾ ഒരു അവസാന പടമാകുമ്പോൾ എത്ര കോടി വരെ എത്തും? അന്ന് നന്നായിട്ട് വരേണ്ടതാണ്. പക്ഷെ ഓൾറെഡി ഇതിലെല്ലാം വന്നുകൊണ്ട് ടെലിഗ്രാമിൽ വന്നുകൊണ്ട് എത്ര പേര് കാണുന്നറിയില്ല. ഫാൻഷാരെല്ലാം കാണും. അത് വിജയുടെ പടമാണ്. വിജയുടെ പടം ഫ്ലോപ്പ് ആയാലും എങ്ങനെ ആയാലും മിനിമം മുതലാക്കിയ കാശാലും കൂടുതൽ കിട്ടും. അല്ല, പക്ഷെ ഒരുപാട് പേര് പടം കണ്ടുകൊണ്ട് എങ്ങനെ പക്ഷെ ഫാൻഷാർക്ക് ഇഷ്ടപ്പെടും. വിജയ് ഫാൻഷാർ തകർക്കും. അതെല്ലാം കാരണം ഭയങ്കര സപ്പോർട്ടായിരിക്കും. ജെൻസി പിള്ളേരും എല്ലാവരും കാണും. വിജയ് ഫാൻസാർക്കുള്ള ഫിലിമായി. മമിത ബൈജു ഉണ്ട്. മമിത ബൈജു ഇപ്പോൾ നമ്മുടെ എന്തായാലും നല്ലൊരു ഭയങ്കര ഹിറ്റായിരിക്കും. ഫിനാൻഷ്യൽ സക്സസ്ഫുൾ ആയിരിക്കും. പിന്നെ പടം പലരും കണ്ടിട്ടുണ്ടോ? നിർത്താൻ പാടില്ല. ആക്ടിങ് പൊളിറ്റിക്സിനൊപ്പം ആക്ടിങ്ങും കൊണ്ടുപോകണം. ഇപ്പോൾ MGRൽ രണ്ടും കൊണ്ടുപോയതാണ്. പുള്ളി ആ സിനിമ വിട്ടിട്ട് വളരെ പണ്ടത്തറായിപ്പോയി. അത് ചെയ്യാൻ പാടില്ല. പുള്ളി ഇപ്പോൾ ഇങ്ങനെ പറയുമെങ്കിലും ഇനി ഭാവി സിനിമയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സിനിമ വിടാൻ പാടില്ല. കാരണം പുള്ളിക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടിയ അതിലൂടെയാണ്. അത്രയും മാസ് സപ്പോർട്ടാണ്. അപ്പോൾ അത് മണ്ടത്തറായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം കമൽഹാസനാണ്. കമൽഹാസൻ, ശിവാജി ഗണേശ്, അങ്ങനത്തെ ഇവരെല്ലാം സ്റ്റാറുകളാണ്. ഇപ്പോൾ വിജയ് ആണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും ഇവരെല്ലാം താരങ്ങളാണ്. എനിക്ക് നല്ല നടന്മാരെ ഇഷ്ടം. ശിവാജി ഞാൻ ഒരു വെരുത്തരமான വിജയ് ഫാനാണ്. സോ അങ്ങനത്തെ ഉള്ളൊരു എന്താ പറയണ, എനിക്കൊരു കോയിൻസിഡൻസ് ആയിട്ട് ഫീൽ ആവണം. കാരണം ഒരു വിജയ് ഫാനായിട്ട് ആ സെയിം മന്തിലാണ് വിജയൻ്റെ ലാസ്റ്റ് പടവും വരുന്നത്. എൻ്റെ ഫിലിമിൻ്റെ കൂടെ ആ ഫിലിമും വരുന്നു. ആൻഡ് തമിഴ്നാടും ബാക്കി സ്റ്റേറ്റ്സിലും ആ സെയിം പ്രൊഡക്ഷൻ ഹൗസ്, KVN പ്രൊഡക്ഷൻ ഹൗസാണ് ഞങ്ങളുടെ ഫിലിമും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ആസ് എ വിജയ് ഫാൻ ഇതെനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ടൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ജനനായകൻ ഓൾസോ. ആൻഡ് സെയിം ടൈം എൻ്റെ ഫിലിമും വന്നതുകൊണ്ട് ഐ എം വെരി വെരി ഹാപ്പി. സോ ഓഡിയൻസ് രണ്ട് സൈഡും കൂടി സപ്പോർട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും. ആക്ച്വലി ഇതുവരെയ്ക്കും ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിട്ടേ ഇല്ല വിജയൻ്റെ ഫിലിം. സോ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഫിലിമെങ്കിലും ഞാൻ ജനനായകനെങ്കിലും പറ്റുവാണെങ്കിൽ ഫസ്റ്റ് ഷോ പോകണം. പക്ഷെ പോകാൻ പറ്റിയാൽ നന്നായിരിക്കും. പക്ഷേ സെയിം ടൈം എൻ്റെ ഫിലിമും കൂടി ഉള്ള കാരണം എല്ലാം ബാലൻസ് ചെയ്തിട്ട് വേണം പോകാൻ. പക്ഷെ ഐ എം സോ ഹാപ്പി. എൻ്റെ ഫിലിമും വിജയ് സാറിൻ്റെ ഫിലിമും സെയിം ടൈമിലാണ് ഇറങ്ങുന്നത്. അതെ 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 അത് സാറിൻ്റെ പേഴ്സണൽ എന്താ പറയുക ചോയ്സാണ്. പക്ഷേ എന്തായാലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. ആസ് എ ഫാൻസ് ഞങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ആൻഡ് അതന്നെ ബാക്കി ദൈവം സഹായിച്ച എല്ലാം നന്നായി പോയി കഴിഞ്ഞാൽ ഗ്രേറ്റ്.